ബിഗ് ഫാൻ. ആ ഫാൻഡം മുഴുവൻ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് ദിലീപേട്ട. ഒരുപാട് ഇഷ്ടമാണെന്ന് തേങ്ങാക്കൊല. എനിക്ക് പറയാനറിയാം. ഞാൻ ദിലീപേട്ടനെ ആദ്യം കാണുന്നത്, ഞങ്ങൾ ഒരേ പഞ്ചായത്തിലാണ്, എടവനക്കാട് എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ്. ഞാൻ ദിലീപേട്ടനെ ആദ്യം കാണുന്നത് സ്ക്രീനിനപ്പുറത്തേക്ക് സുനാമി അടിച്ച പഞ്ചായത്ത് ഞങ്ങളുടെ അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഞങ്ങളെ സന്ദർശിക്കാൻ വന്ന ദിലീപേട്ടനെ ഞങ്ങൾ ആദ്യം കാണുന്നത്. അവിടെ നിന്ന് മനസ്സിൽ കയറ്റിയതാണ്. ആ ദിലീപേട്ടന് വേണ്ടി എനിക്കറിയില്ല, ഒരു 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 സ്ക്രിപ്റ്റ് എഴുതാനുള്ള കാലിബർ എനിക്കുണ്ടോയെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ആ ധൈര്യം എനിക്ക് തന്നത് ബിൻഡോ ആണ്. ചിലപ്പോൾ തോന്നും ഇത് എന്താ ഈ ഒരു പടത്തിൻ്റെ സക്സസ് പരിപാടിക്ക് പറയേണ്ടതല്ലേ ഇതൊക്കെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് മൂവി വെരി കോൺഫിഡൻ്റ്ലി ആൻഡ് വി ആർ ഹാപ്പി വിത്ത് ദ മൂവി. ആ ഹാപ്പിനെസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ലിസൺ ചേട്ടാ, ദിസ് മൂവി ഈസ് ഫോർ യു. നിരാശപ്പെടുത്തില്ല. ലിസൺ ചേട്ടൻ പറഞ്ഞ കാര്യം എനിക്ക് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാവുന്നു. ഈ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. അതിൽക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. മെയ് 9 ഈ സിനിമ സംസാരിക്കും. എന്നോട് ജെയ്ക്ക് സേട്ടൻ, എൻ്റെ അത്ര അടുത്ത സുഹൃത്ത് ജെയ്ക്ക് സേട്ടൻ പറഞ്ഞിട്ടുണ്ടെടാ അധികം സംസാരിക്കണ്ട, സിനിമ സംസാരിക്കട്ടെ എന്ന്. പക്ഷെ അതിനപ്പുറത്ത് ഒരുപാട് ഈ ടീം, എൻ്റെ മ്യൂസിക് ഡയറക്ടർ സനൽ, ഞങ്ങളുടെ എഡിറ്റർ സാഗർ, ഇതിൽ പ്രത്യേകിച്ച് ഒരുപാട് പേരുടെ എഫേർട്ടുണ്ട്. ഇതിവിടെ എത്തിക്കാൻ ഞങ്ങൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കൂടെ നിന്ന് ഒരു പേര് ഞാൻ പറയാതെ പോരുത്, ജോണി ചേട്ടൻ. ബിൻഡോ പറഞ്ഞതാണ്, ഞാൻ പറയും, എല്ലാവരും പറയും ജോൺ ചേട്ടൻ താങ്ക് യു. ഒരു കാര്യം വിത്ത് 100% കൺവിക്ഷൻ പറയുന്നു, ഈ സിനിമയുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ പൂർണ്ണമായ ക്രിയേറ്റീവ് ഉത്തരവാദിത്വം ഈ ക്രിയേറ്റീവ് ടീം ഏറ്റെടുക്കുന്നു. കാരണം ഈ സിനിമയിൽ 1% പോലും ഇതിൻ്റെ നിർമ്മാതാവോ ഇതിൻ്റെ നായകനോ മറ്റാരും ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല. 100% ട്രസ്റ്റ് ഇവർ രണ്ടുപേരും ഈ ടീമിൽ തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഈ പടത്തിൻ്റെ റിസൾട്ട് എന്തും ആവട്ടെ, നാളെ റിലീസിൻ്റെ അന്ന് വനിതയിലല്ലേ ബിൻഡോ, റിലീസിൻ്റെ അന്ന് വനിതാ തിയേറ്ററിൽ ഞങ്ങളുണ്ടാവും. ഞങ്ങൾ ഈ ലിസ്റ്റിട്ടം പറഞ്ഞാൽ ഈ പടം ഗംഭീര പടം എന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ 100% എഫേർട്ട്, ആ എഫേർട്ട് മൊത്തം ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഈ സിനിമേനെ ഗ്രൗണ്ടഡ് ആക്കാനാണ്. ഈ സിനിമേനെ ഗ്രൗണ്ടഡ് ആക്കി ഏറ്റവും സാധാരണക്കാരനായ പ്രിൻസിനെ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി വരെ ഞങ്ങൾ ഇരുന്നിട്ട് അതിൻ്റെ മ്യൂസിക് കറക്ഷനിലിരിക്കുമ്പോഴും ഞങ്ങൾ ശ്രമിക്കുന്നത് പ്രിൻസിനെ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് എത്തിക്കാനാണ്. പ്രിൻസിൻ്റെ ഈ ഫാമിലിയും ഒരുപാട് സന്തോഷം എല്ലാവരും വന്നതിൽ. ഇതിൽ പ്രത്യേകം പറയേണ്ട 2 പേരുകളുണ്ട്. റിയാസ്, ദിലീപ് ഭട്ടൻ്റെ ഫാൻസിൽ റിയാസ് ഇവിടെ ഉണ്ട്.